നന്മയ്ക്കായി, ഒരു വലിയ വിടുതലിനായി, ഒരു വലിയ മുന്നേറ്റത്തിനായി, ഒരു വലിയ അത്ഭുതം നിങ്ങളിലും എന്നിലും സംഭവിക്കേണ്ടതിനായി ഒരു വേദഭാഗം വായിക്കാം. 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വേദഭാഗങ്ങൾ. 2 Peter chapter 1 verses 1 to 4. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്, ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അപ്പോസ്തലനായ പത്രോസ് പരിശുദ്ധാത്മാവിനാൽ ദൈവസഭയ്ക്ക്, വിശുദ്ധന്മാർക്ക്, തന്റെ ദാസന്മാർക്ക്, വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് നൽകിയ അതിശക്തമേറിയ ഒരാലോചന. ഞാൻ വാസ്തവത്തിൽ എനിക്കിതിൻ്റെ 4-ാമത്തെ വാക്യം മാത്രം വായിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ ഇതിൻ്റെ 1 മുതൽ വായിപ്പിച്ചത് അത് അത്രയും വായിച്ചാൽ മാത്രമേ ഇത് ആരോടാ സംസാരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. കർത്താവിൻ്റെ ദാസനും യേശുക്രിസ്തുവിൻ്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ് നമ്മുടെ ദൈവത്തിൻ്റെയും യേശുക്രിസ്തുവിൻ്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. ഇനി ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത് ആ വിലയേറിയ വിശ്വാസം ലഭിച്ചവരോടാണ്. ഈ പത്രോസിന്റെ ലേഖനത്തിലാണ് വാല്യൂ ഉള്ളതിന് വാല്യൂ കൊടുത്തുകൊണ്ട് പത്രോസ് പല കാര്യങ്ങളും പ്രസ്താവിക്കുന്നുണ്ട്. പൊന്ന് വെള്ളി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിഷ്കളങ്കവും നിർദോഷവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ അത്രേ നിങ്ങളെ വീണ്ടെടുത്തത് എന്ന് പറയുന്നത് പത്രോസാണ്. അതേ പത്രോസ് മറ്റൊരു വിലയേറിയ കാര്യം പറയുന്നു, നിങ്ങൾക്ക് ലഭിച്ച വിലയേറിയ വിശ്വാസം. ഹല്ലേലൂയ. ആ വിലയേറിയ വിശ്വാസത്തിൽ ജീവിക്കുന്നവരും ആ വിലയേറിയ വിശ്വാസം ലഭിച്ചവരും ദൈവത്തിനൊരു സ്തോത്രം ചെയ്തേ. അവരോടാണ് തുടർന്നുള്ള കാര്യങ്ങൾ പറയുന്നത്, എല്ലാവരോടുമല്ല. 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കൃപയും സമാധാനവും നിങ്ങളിൽ വർദ്ധിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ കൃപയും സമാധാനവും നിങ്ങളിൽ വർദ്ധിക്കുമാറാകട്ടെ. ഒരാമീൻ പറഞ്ഞേ. 3-ാമത്തെ വാക്യം, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നല്ലോ. ഈ വാക്യം വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി, ഹല്ലേലൂയ, ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്തമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഞാനതാ പറഞ്ഞ പത്രോസിന്റെ ലേഖനത്തിൽ വിലയേറിയത് എന്നൊരു വിഷയം തന്നെയുണ്ട്. വിലയേറിയ വിശ്വാസം, വിലയേറിയ വാഗ്ദത്തം, വിലയേറിയ രക്തം, ഇങ്ങനെ പത്രോസ് അതിങ്ങനെ നീട്ടി പറയുന്ന വാല്യുബിൾ ആയിട്ടുള്ള, പ്രഷ്യസ് ആയിട്ടുള്ള അതിശക്തമേറിയ ചില വെളിപ്പാടുകൾ, വിലയേറിയ അതിശക്തമേറിയ വാഗ്ദത്തങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. ഈ വചനത്തിലെ ഒരു വാക്കു മതി നിന്റെ ജീവിതത്തെ ഒരു അത്ഭുതമാക്കാൻ. 3-ാമത്തെ വാക്യം ഗൗരവമായി നമുക്ക് ശ്രദ്ധിക്കാം. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി
നമ്മളെ വിളിച്ച കർത്താവ്, നമുക്ക് ആ വിലയേറിയ വിശ്വാസം തന്ന ദൈവം, നമുക്ക് ആ വിലയേറിയ വാഗ്ദത്തം തന്ന ദൈവം തന്റെ പരിജ്ഞാനത്താൽ, തന്റെ ദിവ്യശക്തി, ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നല്ലോ. വിശ്വാസ ജീവിതം നയിക്കുന്നവരോട്, വിലയേറിയ വിശ്വാസ ജീവിതം നയിക്കുന്നവരോട്, യേശു ക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരോട്, വിലയേറിയ വാഗ്ദത്തങ്ങൾ ലഭിച്ചവരോട് സർവശക്തനാകുന്ന ദൈവം പറയുന്നു, നിന്റെ ദൈവം, എന്റെ കർത്താവ്, നമ്മുടെ യേശു നമ്മുടെ ജീവനും നമ്മുടെ ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. അതിന് ഇംഗ്ലീഷ്, ആ സെന്റൻസ് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ, His divine power has granted to us everything. His divine power has given to us everything. NKJV translation പറയുന്നു, His divine power has given to us everything. അവന്റെ ആ ദിവ്യ ശക്തി, യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ ശക്തി നമ്മുടെ ജീവനും നമ്മുടെ ഭക്തിക്കും വേണ്ടിയതെല്ലാം, പറഞ്ഞാട്ടെ, എവ്രിതിങ്, എല്ലാം ദാനമായി തന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ യേശു എൻ്റെ ആത്മാവിൻ്റെയും യേശു എൻ്റെ ശരീരത്തിൻ്റെയും ദൈവം. ഒന്ന് വായി തുറന്ന് പറയാമോ? യേശു ക്രിസ്തു എൻ്റെ ആത്മാവിൻ്റെയും യേശു ക്രിസ്തു എൻ്റെ ശരീരത്തിൻ്റെയും ദൈവം. യേശു ക്രിസ്തു എൻ്റെ മനസ്സിൻ്റെ ദൈവം. യേശു ക്രിസ്തു എൻ്റെ വികാരങ്ങളുടെ ദൈവം. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കർത്തൃത്വങ്ങളും യേശു ക്രിസ്തുവിനുള്ളതാണ്. ഹല്ലേലൂയ. ബിക്കോസ് ഈസ് മൈ ലോർഡ്. അവൻ എൻ്റെ കർത്താവാണ്. അതുകൊണ്ട് മെസ്സേജ് കേൾക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം, നമ്മളുടെ സ്പിരിച്വൽ കാര്യങ്ങൾക്ക് വേണ്ടി, ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി, ഭക്തി എന്ന് പറഞ്ഞാൽ ദൈവഭക്തി, ആ ഭക്തിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമല്ല അവൻ നമുക്ക് ദാനം ചെയ്യുന്നത്. നമ്മളുടെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം, ആ വേണ്ടതെല്ലാം എന്ന് പറയുന്നതിനകത്ത് സംശയിക്കല്ലേ, നിനക്ക് വേണ്ടതെല്ലാം. അത് മാത്രമല്ല, അത് നിമിത്തം അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായി, ഇതും കൊണ്ടും തീരുന്നില്ല. പത്രോസ് പറയുകയാണ്, ഇവിടം കൊണ്ടും തീരുന്നില്ല. ജീവനും എൻ്റെ ഭക്തിക്കും വേണ്ടത് മാത്രമല്ല അവൻ ദാനം ചെയ്തിരിക്കുന്നത്, ഇത് കൂടാതെ മറ്റ് വിലയേറിയ വാഗ്ദത്തങ്ങളും അവൻ നൽകിയിരിക്കുന്നു. ഈ ലോകത്തിലെ ഭക്തിപൂർണമായ ജീവിതം കൊണ്ടും ഈ ലോകത്തിലെ ഭൗതിക നേട്ടങ്ങൾ കൊണ്ടും മാത്രം നിന്നെ അനുഗ്രഹിച്ച് നീ അവസാനിക്കുകയല്ല. നിന്റെ മരണത്തിനപ്പുറമായ ജീവിതത്തിലും നീ കണ്ടിട്ടില്ലാത്ത വാഗ്ദത്തങ്ങൾ നിനക്ക് വേണ്ടി സ്വർഗത്തിൽ അത് ഒരുക്കിയിരിക്കുകയാണ്. Hallelujah. Blessed be the name of the Lord. ഇവയാൽ നിങ്ങൾ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് അവന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. Thank you precious Jesus. Hallelujah. വായ്കൾ തുറന്ന് പറയാമോ? ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം, ജീവിതത്തിനും ആത്മാവിനും വേണ്ടതെല്ലാം, ശരീരത്തിനും ആത്മാവിനും വേണ്ടതെല്ലാം എന്റെ യേശു എനിക്ക് ദാനം ചെയ്തിരിക്കുന്നു. ഒരെണ്ണം തന്ന് ഒരെണ്ണം ഒഴിവാക്കുവല്ല, ഒരെണ്ണത്തെ ഉയർത്തി കാണിച്ച് വേറൊരെണ്ണത്തെ ചെറുതാക്കുവല്ല. ഇത് രണ്ടും ഒരുപോലെ കർത്താവ് തന്നിരിക്കുക, ഒരുപോലെ കർത്താവ് തന്നിരിക്കുക. അതായിരുന്നു യേശുവിന്റെ ശുശ്രൂഷ, അതായിരുന്നു കർത്താവിന്റെ ശുശ്രൂഷ. എന്തായിരുന്നു യേശു ക്രിസ്തുവിന്റെ ആ ശുശ്രൂഷയുടെ അട്രാക്ഷൻ? എന്തുവായിരുന്നു? വലിയൊരു കൂട്ടം. വാട്ട് അട്രാക്റ്റഡ് ലാർജ് ക്രൗഡ് ടു ജീസസ് മിനിസ്ട്രി? എന്തായിരുന്നു യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ ജനം അട്രാക്ട് ചെയ്യപ്പെട്ടത്, ആകർഷിക്കപ്പെട്ടത്? വാട്ട് ഈസ് ദ റീസൺ? നമ്പർ 1, he loved them. അവൻ അവരെ സ്നേഹിച്ചിരുന്നു. മാത്യു ചാപ്റ്റർ 9 വേർഡ് 36, മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, അവൻ പുരുഷാരത്തെ ഇടയിനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിഹ്നവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞു. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ജനക്കൂട്ടത്തെ കുറിച്ച് അവൻ മനസ്സലിവുള്ളവനായിരുന്നു. പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. തൻ്റെ അരികിൽ വരുന്നവരെ സ്നേഹിക്കുന്ന, തൻ്റെ കൺമുമ്പിൽ കാണുന്നവരെ സ്നേഹത്തോടെ പെരുമാറുന്ന, സ്നേഹത്തോടെ കരുതുന്ന ഒരു സ്വഭാവം കർത്താവ് ഈ ഭൂമിയിൽ കാഴ്ചവെച്ചു. നമ്പർ 1, he loved them. നമ്പർ 2, he met their needs. അത് പറഞ്ഞാൽ തീരുകയില്ല.
തൻ്റെ അരികിൽ വന്ന ജനത്തിന്റെ ആവശ്യങ്ങളെ യേശു പരിഹരിച്ചു. കാഴ്ചയില്ലാത്തവന്റെ ആവശ്യം കാഴ്ചയാ, കാഴ്ച കൊടുത്തു. കേൾവിയില്ലാത്തവന്റെ ആവശ്യം കേൾവിയാ, കേൾവി കൊടുത്തു. ഊമന്റെ ആവശ്യം സംസാരിക്കണമെന്നുള്ളതാ, അവനെ കൊണ്ട് സംസാരിപ്പിച്ചു. കൂനിയായ സ്ത്രീയുടെ ആവശ്യം എപ്പോഴെങ്കിലും ഒന്ന് നിവരണം എന്നുള്ളതാ, അവളെ നിവർത്തി നിർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. വിശക്കുന്നവന്റെ ആവശ്യം ഭക്ഷണമാ, 5 അപ്പവും 2 മീനും എടുത്ത് വർദ്ധിപ്പിച്ച് അവരുടെ വിശപ്പ് അടക്കി. ഭയപ്പെട്ടിരിക്കുന്നവന്റെ ആവശ്യം സമാധാനമാ. ഭയത്തിരുന്ന യായിറോസിനോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. ജീസസ് ക്രൈസ്റ്റ് he met their own needs. അവരുടെ ആവശ്യങ്ങളെ യേശു പരിഹരിച്ചു. യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് കുറെ പ്രസംഗങ്ങൾ മാത്രം നടത്തിപ്പോയവനല്ല. ലിസൺ, ഈ ദിവസങ്ങളിൽ എൻ്റെ ശുശ്രൂഷയെ തന്നെ മാറ്റിയത്, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ മാറ്റിയത്, എൻ്റെ ജീവിത നിലവാരങ്ങളെ മാറ്റിയത്, എൻ്റെ കാഴ്ചപ്പാടുകളെ മുഴുവൻ മാറ്റിമറിച്ചത് ഒരു വാക്ക. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ വിൽ ഓഫ് ഗോഡ് ഇൻ ആക്ഷൻ. പിതാവിന്റെ ഇഷ്ടത്തെ, പിതാവിന്റെ ഹിതത്തെ ഈ ഭൂമിയിൽ നിർവഹിച്ചവനാണ് പുത്രൻ. പുത്രനെ പോലെ പിതാവായ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിഞ്ഞ ഒരു പാസ്റ്റർ ഈ ഭൂമിയിൽ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. തന്റെ പുത്രനെ പോലെ പിതാവിനെ പ്രസാദിപ്പിക്കുവാൻ, സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞ ഒരു പ്രവാചകനോ ഒരു ഇവാഞ്ചലിസ്റ്റോ ഈ ഭൂമിയിൽ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. പുത്രനോളം പിതാവിന്റെ ഹൃദയത്തെ അറിഞ്ഞ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. എന്റെ ചിന്തയിൽ ഇല്ല എന്നാണ്. പക്ഷെ അങ്ങനെ ആകണം. എന്താ യേശു ഈ ഭൂമിയിൽ ചെയ്തത്? പിതാവിന്റെ ഇഷ്ടം. യേശുവിന്റെ പ്രാർത്ഥന എന്തായിരുന്നു? പിതാവേ, ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു, നീ നിന്റെ പുത്രനെ മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. പിതാവിന്റെ ലക്ഷ്യം പുത്രനെ മഹത്വപ്പെടുത്തണമെന്ന, പുത്രന്റെ ആഗ്രഹം പിതാവിനെ മഹത്വപ്പെടുത്തണമെന്ന. ഞാനും പിതാവ് ഒന്നായിരിക്കുന്ന പോലെ ഇവരെയും ഐക്യതയിൽ ഒന്നാക്കണമേ. യേശു ഈ ഭൂമിയിൽ ചെയ്തത് ദൈവത്തിന്റെ ഇഷ്ടമാണ്, പിതാവിന്റെ ഇഷ്ടമാണ്, ദൈവഹിതമാ ചെയ്തത്. പുതിയ നിയമത്തിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷങ്ങൾ എല്ലാം എടുത്ത് പഠിക്ക്. കേവലം ഒരു പ്രസംഗം നടത്തി പോയവനല്ല പുത്രൻ. അവൻ ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പീഡിതർക്ക് സ്വാതന്ത്ര്യം കൊടുത്തവനാ. തന്റെ മുമ്പിൽ വന്ന അന്ധൻ പിന്നെ അന്ധനായിട്ടില്ല. തന്റെ അരികിൽ വന്ന ചെകിടനായി തുടർന്നിട്ടില്ല. തന്നോട് നിലവിളിച്ച ഒറ്റ രോഗികളും പിന്നെ രോഗിയായി തുടർന്നിട്ടില്ല. അവൻ പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. തന്റെ വസ്ത്രത്തിന്റെ തൊങ്കലിൽ തൊട്ട രക്തസ്രവക്കാരിയായ സ്ത്രീ സൗഖ്യം പ്രാപിച്ചു. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ചെയ്തത് മിറക്കിൾസ്, സൈൻസ് ആൻഡ് വണ്ടേഴ്സ് ആണ്. പ്രഷ്യസ് ജീസസ്. അത്ഭുതങ്ങളാണ്, അടയാളങ്ങളാണ്. പുത്രൻ ഈ ഭൂമിയിൽ ദൈവഹിതത്തെ വെളിപ്പെടുത്തിയെങ്കിൽ താൻ ഏറ്റവും കൂടുതൽ ചെയ്തത് അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും താൻ ഒരു ആശ്വാസമായി. അന്ധന് താൻ കാഴ്ചയായി, ചെകിടന് താൻ കേൾവിയായി, ഊമന് താൻ സംസാരമായി. കർത്താവിന്റെ ശുശ്രൂഷകളെയും ഹീലിങ്ങിനെയും മിറക്കിൾസിനെയും ദൈവപ്രവർത്തികളെയും പരിഹസിക്കുന്നവർ യേശുവിനെ തുച്ഛീകരിക്കുന്നു, ദൈവഹിതത്തെ പുച്ഛിച്ച് പുറന്തള്ളുന്നു. കർത്താവ് ആലയത്തിൽ നിന്ന് പ്രസംഗിച്ചത് എന്താണെന്നറിയാവോ? ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പീഡിതർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകുവാൻ അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, അവന്റെ ആത്മാവ് എന്റെ മേളിലുണ്ട്. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് ജനത്തിന്റെ ആവശ്യങ്ങളെ മീറ്റ് ചെയ്തു. വചനം പ്രസംഗിച്ചു. 3 ദിവസം വചനം പ്രസംഗിച്ചു. 3-ാമത്തെ ദിവസം അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തു. വചനം പ്രസംഗിച്ചു. ആ വചനത്തിലൂടെ ജനത്തിന് വിടുതലും കൊടുത്തു. 2 കാര്യങ്ങളും ബാലൻസ്ഡ് ആയിരുന്നു. ഒന്നുകിൽ അങ്ങേയറ്റം അല്ലെങ്കിൽ ഇങ്ങേയറ്റം അല്ല. 2ഉം കർത്താവ് ചെയ്തു. ഗിരിപ്രഭാഷണം കർത്താവ് നടത്തി. വായിച്ചു നോക്ക് പുസ്തകത്തിനകത്ത്. ഗിരിപ്രഭാഷണം കഴിഞ്ഞ് അടുത്ത അധ്യായങ്ങൾ എടുത്ത് വായിച്ചു നോക്ക്. താഴോട്ട് വായിക്കുമ്പോൾ മലയും പർവ്വതവും ഇറങ്ങി വരുന്ന സമയത്ത് അവിടെ ഒരു അന്ധനെ കർത്താവ് സൗഖ്യമാക്കുന്നു, ചെകിടനെ സൗഖ്യമാക്കുന്നു, ബന്ധനസ്ഥന് വിമോചനം കൊടുക്കുന്നു. നടക്കട്ടെ ദൈവപ്രവർത്തികൾ. കർത്താവ് പറയുന്നു, നിങ്ങൾ കർത്താവായ യേശുവിനെ അറിയേണ്ടതും അനുഭവിക്കേണ്ടതും ആ നിലയിലാണ്. നിങ്ങളുടെ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും അവൻ ദാനം ചെയ്യും.
യേശുവിൻ്റെ ആത്മീക കാര്യങ്ങളുടെ ദൈവം മാത്രമല്ല, യേശുവിൻ്റെ ഭൗതിക വിഷയങ്ങളെ മീറ്റ് ചെയ്യും. ഓരോരുത്തർക്കും ഓരോ വിളിയ. പൗലോസിന്റെ വിളിയല്ല പത്രോസിന്റെ വിളി. പത്രോസിനെ വിളിച്ച പോലെ അല്ല യാക്കോബിനെ വിളിച്ചേ. യാക്കോബിനെ വിളിച്ച പോലെ അല്ല യോഹന്നാനെ വിളിച്ചേ. യാക്കോബിന് കിട്ടിയ വെളിപ്പാടല്ല യോഹന്നാന് കിട്ടിയ വെളിപ്പാട്. പൗലോസിന്റെ വെളിപ്പാടായിരുന്നില്ല പത്രോസിന്റെ വെളിപ്പാട്. ഇവര് തമ്മിൽ ആ വിഷയത്തിൽ ആർഗ്യുമെന്റേഷൻ ഉണ്ടാകുക വരെ ചെയ്തു. ഓരോരുത്തർക്കും ഓരോ കോളിംഗ്, ഡിഫറെന്റ് കോളിംഗ്, ഡിഫറെന്റ് അനോയിന്റിങ്, ഡിഫറെന്റ് വിഷൻസാ. പക്ഷെ എല്ലാവർക്കും ദൈവം ഒരുവനാ. എല്ലാവരിലും വെളിപ്പെടുന്ന ആത്മാവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാ. അതുകൊണ്ട് എൻ്റെ ആത്മീക വിഷയത്തിലും എൻ്റെ ഭൗതിക വിഷയത്തിലും സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കുമെന്ന് ആദ്യം വിശ്വസിക്കുക. അതുകൊണ്ടാണ് എഫേസ്യർ 5:17 ആ വാക്യം ഒന്ന് വായിക്കാമോ? എഫേസ്യർ 5:17. ആ എഫേസ്യർ 5:17 വചനം പറയുന്നു, ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം എന്താന്ന് ആദ്യം മനസ്സിലാക്കുക. ദൈവഹിതം എന്തുവാന്ന് ആദ്യം മനസ്സിലാക്കുക. ഞാൻ നരകിക്കുന്നതാണോ ദൈവഹിതം? ഞാൻ തകരുന്നതാണോ ദൈവഹിതം? തൻ്റെ മക്കൾ വേദനിക്കുന്നതാണോ ദൈവഹിതം? സ്തോത്രം, പ്രൈസ് ഗോഡ്. ഒരിക്കലുമല്ല പ്രിയപ്പെട്ടവരെ. അതിൻ്റെ പിറകിൽ അറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും വരുന്ന സാത്താനുണ്ടെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഞാൻ വ്യക്തിപരമായി അത് മനസ്സിലാക്കുകയാണ്. കാരണം എൻ്റെ ദൈവം അറക്കുന്നവനല്ല, മുടിക്കുന്നവനല്ല, മോഷ്ടിക്കുന്നവനല്ല. യേശു വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമർത്ഥമായിട്ടുണ്ടാകുവാനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. താങ്ക് യു ജീസസ്. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം എന്തെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. ദൈവ ഇഷ്ടമാ നിങ്ങളുടെ ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം. ഒന്ന് കൈ തലയിലോട്ട് വെച്ച് പറഞ്ഞേ, എൻ്റെ ഭവനത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഞാനായിരിക്കുന്ന സഭയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ദൈവം എന്നെ അയക്കുന്നിടത്തെല്ലാം ഞാൻ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന് സന്തോഷമാത് പാസ്റ്ററെ, ദൈവത്തിന് സന്തോഷം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കൾ നന്നായി പഠിക്കുന്നതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ല മാർക്ക് വാങ്ങുന്നതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ല ശമ്പളം വാങ്ങുന്നതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? നിങ്ങളുടെ മക്കൾ നല്ല വാഹനത്തിൽ നടക്കുന്നതിലും, നിങ്ങളുടെ മക്കൾ നല്ല ആഹാരം കഴിക്കുന്നതിലും, നിങ്ങളുടെ മക്കൾ നല്ല ഭവനങ്ങൾ വെച്ച് പാർക്കുന്നതിലും നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? ഉണ്ടെങ്കിൽ യേശു പറയുന്നു, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. താങ്ക് യു ജീസസ്. 35-ാമത്തെ സങ്കീർത്തനം 27-ാമത്തെ വാക്യം, എന്റെ നീതിയിൽ പ്രസാദിക്കുന്നവർ ഘോഷിച്ചാനന്ദിക്കട്ടെ. തന്റെ ദാസന്റെ ശ്രേയസിൽ പ്രസാദിക്കുന്ന യഹോവ മഹത്വമുള്ളവൻ എന്നിങ്ങനെ അവരെപ്പോഴും പറയട്ടെ. Let them shout for joy and be glad that favor my righteous case. Yeah, let them say continually, let the Lord be magnified, which has pleasure in the prosperity of his servant. തൻ്റെ മക്കളുടെ പ്രോസ്പെരിറ്റിയിൽ, തൻ്റെ മക്കളുടെ ശ്രേയസിൽ, തൻ്റെ ദാസന്മാരുടെ പ്രോസ്പെരിറ്റിയിൽ, തൻ്റെ ജനത്തിൻ്റെ അനുഗ്രഹത്തിൽ, തൻ്റെ ജനത്തിൻ്റെ അഭിവൃദ്ധിയിൽ പ്രസാദിക്കുന്ന, സന്തോഷിക്കുന്ന യഹോവ മഹത്വമുള്ളവൻ എന്നിങ്ങനെ അവരെപ്പോഴും പറയട്ടെ. താങ്ക് യു ലോർഡ് ജീസസ്. ദൈവമക്കളെ, ഞാൻ ഇങ്ങനെ പറയട്ടെ, എന്നിലും നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും സംഭവിക്കേണ്ടത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. നാട്ടുകാർ ഇഷ്ടമല്ല നടക്കേണ്ടത്, അസൂയക്കാർ ഇഷ്ടമല്ല നടക്കേണ്ടത്, എന്നെ ഇഷ്ടമല്ലാത്തവന്റെ ഇഷ്ടമല്ല എന്നിലും എൻ്റെ കുടുംബത്തിലും കുഞ്ഞുങ്ങളിലും നടക്കേണ്ടത്. എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. കർത്താവിൻ്റെ പദ്ധതി നടക്കണം. യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ ശിഷ്യന്മാർ കർത്താവിനോട് ആവശ്യപ്പെട്ടു ഇങ്ങനെ, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ. ദ മോഡൽ ഓഫ് പ്രേയർ. ആ പ്രാർത്ഥന നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9-10 വാക്യങ്ങൾ എല്ലാവരും വായിക്കണം. ബൈബിളിലെ വചനമാ, വായിക്കണം എല്ലാവരും. മത്തായി 6:9-10.
നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. അവിടുത്തെ രാജ്യം വരണം. അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നടക്കണം. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. ഞാൻ പറയട്ടെ, ഈ വചനം ഞാൻ പറയുമ്പം പലപ്പോഴും പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. യേശു ക്രിസ്തു ഈ ഭൂമി വന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. സുവിശേഷത്തെ മുഴുവൻ ഒന്നാക്കിക്കൊണ്ട്, രണ്ട് പദമാക്കിക്കൊണ്ട് ഞാൻ പറയാം. യേശു ഈ ഭൂമിയിൽ വന്നതും യേശു ക്രിസ്തു നിങ്ങളിൽ വന്നതും രണ്ട് കാര്യത്തിന് വേണ്ടിയാണ്. ഒന്ന്, നിങ്ങളുടെ വീട്, ഇന്ന് നിങ്ങൾ പാർക്കുന്ന ഭവനം ഒരു സ്വർഗമാക്കാൻ. രണ്ട്, സ്വർഗം നിങ്ങളുടെ ഭവനമാക്കാൻ. സ്വർഗം നിങ്ങളുടെ വീടാക്കാനും നിങ്ങളുടെ വീട് ഒരു സ്വർഗമാക്കാനുമാ യേശു ഈ ഭൂമിയിൽ വന്നതും നിങ്ങളിൽ വന്നതും. അതുകൊണ്ട് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. സ്വർഗീയമല്ലാത്തതൊന്നും ഈ ഭൂമിയിൽ എനിക്ക് വേണ്ട കർത്താവേ. സ്വർഗം ഒരുക്കിയതെല്ലാം എൻ്റെ വീട്ടിൽ വെളിപ്പെടണം. കാരണം ഞാൻ ഇന്നെടുത്ത വാക്യം വളരെ ശ്രദ്ധേയമായ ഒരു വചനമാ. അവന്റെ ദിവ്യ ശക്തി നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ദാനമായി തരും. ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം. യേശു എൻ്റെ ഭൗതിക വിഷയത്തിൻ്റെയും ദൈവമാ, യേശു എൻ്റെ ആത്മീയ വിഷയത്തിൻ്റെയും ദൈവമാ. എത്ര പേര് അതിന് ആമീൻ പറയാനുണ്ട്? എത്ര പേര് ഇത് എഴുതി വെക്കാനുണ്ട്? എത്ര പേര് അതിനെ അംഗീകരിക്കുന്നുണ്ട്? അംഗീകരിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ അത് അനുഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ മടിശീലയും പൊക്കണവും ചെരുപ്പും കൂടാതെ അയച്ചപ്പോൾ വല്ല കുറവും ഉണ്ടായോ എന്ന് ചോദിച്ചതിന് ഒരു കുറവും ഉണ്ടായില്ലെന്ന് അവർ പറഞ്ഞു. And he said unto them, when I send you without purse and scrip and shoes, lack you anything? Lack you anything? And they said, nothing, sir. പേഴ്സ് ഇല്ലാതെ, ഇംഗ്ലീഷിൽ പേഴ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്, മലയാളത്തിൽ മടിശീല എന്ന് പറയുമ്പോൾ, പേഴ്സ് ഇല്ലാതെ ചെരുപ്പില്ലാതെ ഞാൻ നിങ്ങളെ അയച്ചിട്ടും നിങ്ങൾ പോയെടുത്തോ ചെന്നെടുത്തോ നിന്നെടുത്തോ വല്ലോ എന്തെങ്കിലും കുറവ് നിങ്ങൾക്കുണ്ടായോ? ശിഷ്യന്മാരുടെ മറുപടി, നത്തിങ് ലോർഡ്, ഞങ്ങൾക്ക് ഒരു കുറവും ഒന്നിനും ഉണ്ടായില്ല. പേഴ്സ് ഇല്ലായിരുന്നു കയ്യിൽ, പൊക്കണമില്ലായിരുന്നു, ഇതൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ എല്ലാ മേഖലകളിലും സമൃദ്ധിയായിരുന്നു, സന്തോഷമായിരുന്നു, ഒന്നിനും ഒരു കുറവും ഞങ്ങൾക്കുണ്ടായില്ല. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എത്ര ദൈവമക്കൾ പറയും, പലരും ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോഴും പലയിടത്തും തകർച്ച. സത്യമാ, അവർ പറയുന്നത് വളരെ കറക്റ്റ് കാര്യമാണ്. അതറിയണമെങ്കിൽ സമൂഹത്തിലോട്ടൊന്ന് ഇറങ്ങണം. മനുഷ്യൻ അനുഭവിക്കുന്ന കഷ്ടതകൾ, മനുഷ്യൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, മനുഷ്യൻ അനുഭവിക്കുന്ന ദുരിതങ്ങൾ വേദനാജനകമാണ്. കണ്ടു നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെ ലോകം പോവുകയാണ്. അവർക്കെല്ലാം വേണ്ടി ദൈവം പ്രവർത്തിക്കട്ടെ. പക്ഷെ അതിന്റെ നടുവിലും നിങ്ങളിൽ എത്ര പേർക്ക് പറയാൻ കഴിയും, പലരും ബുദ്ധിമുട്ടാ, തകർച്ചയാ, പട്ടിണിയാന്നൊക്കെ പറയുമ്പോഴും എൻ്റെ വീട്ടിലും എൻ്റെ കുടുംബത്തിലും ഒന്നിനും ഒരു കുറവും വരുത്താതെ ഈ നിമിഷം വരെ എന്നെ നടത്തിയ ഒരു കർത്താവ് ജീവിക്കുന്നെന്ന് എപ്പോഴും ഓർക്കണം ദൈവമക്കളെ. നമ്മൾ എത്ര സമ്പന്നരാന്ന് പറഞ്ഞാലും, നമ്മൾ എത്ര ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുന്നവരാന്ന് പറഞ്ഞാലും, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണമെങ്കിൽ ദൈവം അനുവദിക്കണം. അനുഗ്രഹം എന്ന് പറയുന്നത് തന്നെ, ഓൾ ദ ബ്ലെസ്സിങ്സ്, അനുഗ്രഹം എന്ന് പറയുന്നത് തന്നെ അനുഭവിക്കാനുള്ളതാണ്. അതാ പത്രോസ് പറഞ്ഞത്, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടവരാകയാൽ അനുഗ്രഹിക്കുന്നവരായിരിക്കുന്നു.
ഒന്ന് പറഞ്ഞ അനുഗ്രഹം അനുഭവിക്കേണ്ടവരാകയാൽ അനുഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പം അനുഗ്രഹം എന്തിനുള്ളതാ? അനുഭവിക്കാനുള്ളതാ. 107 സങ്കീർത്തനം 38 വാക്യം പറയുന്നു, അവൻ അനുഗ്രഹിച്ചിട്ട് അവർ അത്യന്തം പെരുകി, അവരുടെ കന്നുകാലികൾ കുറഞ്ഞു പോകാൻ അവൻ ഇടവരുത്തിയില്ല. Also he blesses them and they multiply greatly. അവൻ അനുഗ്രഹിച്ചപ്പോൾ അവരത്യന്തം പെരുകി. അവിടെ ഒരു വലിയ മൾട്ടിപ്ലിക്കേഷൻ നടന്നു. My God is the God of multiplication. എൻ്റെ ദൈവം വർധനവിന്റെ ദൈവമാണ്. അവൻ അനുഗ്രഹിച്ചിട്ട് അവർ അത്യന്തം പെരുകി. അപ്പൊ ദൈവം അനുഗ്രഹിച്ച എന്ത് സംഭവിക്കും? വർധനവുണ്ടാകും. 107 സങ്കീർത്തനം 38 വാക്യം നോക്കി, അവൻ അനുഗ്രഹിച്ചിട്ട് അവരത്യന്തം പെരുകി, വർധനവുണ്ടായി. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ മനസ്സിലൊരു സംശയം അല്ലെങ്കിൽ ഒരു ചിന്ത വരാൻ സാധ്യതയുള്ളത്, ഞാനും നിങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നത് ദൈവികമായ പദ്ധതിയിൽപ്പെട്ടതാണോ? ആ സംശയമാണ് ഞാൻ ആദ്യമേ ക്ലിയർ ചെയ്തത്. അവൻ നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നമുക്ക് തരുന്നവനാണ്. രണ്ടാമത് പറഞ്ഞു, തൻ്റെ ദാസന്മാരുടെ, തൻ്റെ മക്കളുടെ ശ്രേയസ്സിൽ, പ്രോസ്പെരിറ്റിയിൽ അവൻ സന്തോഷിക്കുന്ന ദൈവമാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 6 അധ്യായം 13, 14, 15 വാക്യങ്ങൾ ശ്രദ്ധിക്കാം. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നേക്കാൾ വലിയവനെയും കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു. എന്നാ വായിച്ച പാസ്റ്ററെ? ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. അങ്ങനെ അവൻ ദീർഘക്ഷമയോടിരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും ഞാൻ അനുഗ്രഹിച്ചാൽ നിനക്ക് വർധനവ്, നിന്റെ ജീവിതത്തിൽ വർധനവ് ഉണ്ടാകുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അത് സംഭവിച്ചായിരുന്നോ എന്നറിയണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 12 അധ്യായം 1 വാക്യം ഒന്ന് വായിച്ചേ. യഹോവ അബ്രാമിനോട് അരുളിച്ചത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. നിന്നെ അനുഗ്രഹിച്ച് ഞാൻ നിന്റെ പേർ വലുതാക്കും. ദൈവം അനുഗ്രഹിച്ചാൽ വലുതാവും. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിച്ചാൽ വർധന ഉണ്ടാകും. 5 അപ്പവും 2 മീനും അവൻ കയ്യിലെടുത്താൽ അത് 5 അപ്പവും 2 മീനുമായി തുടരത്തില്ല. അതിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ നടക്കും. ദൈവത്തിന്റെ കരം തൊട്ടാൽ അതിൽ വർധനവുണ്ടാകും, അതിൽ വ്യത്യാസം ഉണ്ടാകും. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്റെ പേർ വലുതാക്കും. ദൈവം തമ്പുരാൻ നമുക്ക് വെച്ചിരിക്കുന്ന നന്മകളെ നമ്മളുടെ ഈഗോ കൊണ്ടും പ്രൈഡ് കൊണ്ടും ആവശ്യമില്ലാത്ത ചില ചിന്തകൾ കൊണ്ടും വിശ്വാസ ശൈലികൾ കൊണ്ടും നഷ്ടപ്പെടുത്തരുത്. തൊഴുകയോടെ ഞാൻ പറയുകയാണ്, സ്നേഹത്തോടെ ഞാൻ ചിലരോട് പറയുകയാണ്, ഒരമ്മ നല്ല ഭക്ഷണം, നല്ല ഫുഡ് വീട്ടിൽ ഒരുക്കി, ആ ഭക്ഷണം നിനക്ക് വേണ്ടി ഒരുക്കി ഇങ്ങനെ കാത്തിരിക്കുമ്പം എനിക്ക് ഇവിടുന്ന് ഒന്നും വേണ്ട എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയി നീ പട്ടിണി കിടന്ന് വഴിയിൽ പോയി പഴവും നാരങ്ങ വെള്ളം കഴിച്ച് കറങ്ങി നടക്കരുത്. എല്ലാം മനസ്സിലാവുന്നുണ്ടോ? ഞാനിതൊന്നും വിശ്വസിക്കരുത്. ഇതാ പിശാചിന്റെ ആഗ്രഹം. നീ ഇത് വിശ്വസിക്കരുത്. നീ ഇത് വിശ്വസിക്കാതിരുന്നാൽ മാത്രമേ പിശാചിന്റെ ഐറ്റമായ തകർച്ചയും പരാജയവും ദാരിദ്ര്യവും കൊണ്ട് നിന്നെ തകർക്കാൻ പറ്റുള്ളൂ. നീ ഇതെപ്പോൾ വിശ്വസിക്കുന്നോ ആ നിമിഷം മുതൽ ഈ വചനം നിന്റേതായി മാറും. ഈ വാഗ്ദത്തത്തിൽ ജീവിക്കാൻ തുടങ്ങും. 12 അധ്യായത്തിൽ അബ്രഹാമിനെ ദൈവം ബ്ലസ് ചെയ്തു. 13 അധ്യായത്തിലേക്കൊന്ന് വന്നേ. ഉൽപ്പത്തി പുസ്തകം 13 അധ്യായത്തിന്റെ 1 വാക്യം എടുത്തേ, 1ഉം 2ഉം. ഇങ്ങനെ അബ്രാമും ഭാര്യയും അവനുള്ളതൊക്കെയും അവനോടുകൂടെ ലോത്തും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് തെക്കേ ദേശത്ത് വന്നു. കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രാം ബഹു സമ്പന്നനായിരുന്നു. കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. 12 അധ്യായത്തിൽ
സർവശക്തനാകുന്ന ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. അബ്രഹാം ഒരു സാധാരണ മനുഷ്യനായിരുന്നു, ഒരു വഴിയോര കച്ചവടക്കാരനായിരുന്നു. പക്ഷേ അബ്രഹാമിന്റെ ജീവിതം ദൈവവുമായി വളരെ ആഴമായി കണക്റ്റഡ് ആയിരുന്നു. ദൈവത്താൽ വിളിക്കപ്പെട്ട, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്തിന്റെ ശബ്ദത്തിനായി ചുവടുകൾ വെച്ച മനുഷ്യനായിരുന്നു അബ്രഹാം. അബ്രഹാം ഒരിക്കലും പണത്തെ സ്നേഹിച്ചിരുന്നില്ല, ദൈവത്തെയായിരുന്നു സ്നേഹിച്ചത്. അബ്രഹാം ഒരിക്കലും ഭൗതിക വിഷയങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നില്ല. അബ്രഹാം എപ്പോഴും എവിടെ അബ്രഹാം കൂടാരം അടിച്ചാലും ആ കൂടാരത്തോട് ചേർന്ന് ഒരു യാഗപീഠം പണിയുമായിരുന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അബ്രഹാമിന്റെ വീട്ടിൽ മുറികൾ ചെറുതാണെങ്കിലും തന്റെ യാഗപീഠം ദൈവത്തിന്റെ അളവിനൊത്തവണ്ണമായിരുന്നു. പ്രൈസ് ഗോഡ്. ഈ സന്ദേശം നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ അബ്രഹാം പല വിഷയങ്ങളിലും പ്രതിസന്ധികൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും, പല പ്രതിസന്ധികളും തന്റെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും ദൈവത്തെ സംശയിക്കുകയോ തള്ളിപ്പറയുകയോ ചെയ്തിട്ടില്ല. അബ്രഹാം ഒരിക്കലും തന്റെ ജീവിതത്തിൽ വെള്ളി ഉണ്ടാകട്ടെ, പൊന്നുണ്ടാകട്ടെ, ഞാൻ സമ്പന്നനാകട്ടെ എന്നൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല. അബ്രഹാമിന് ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തോട് അബ്രഹാം ചെയ്ത ഉടമ്പടി, ആ ഉടമ്പടിയിൽ നിന്ന മനുഷ്യനാണ് അനുഗ്രഹിക്കപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാൻ കഴിയും, ദൈവത്തോട് ഉടമ്പടി ചെയ്ത് നിൽക്കുന്നവൻ, ദൈവവചനപ്രകാരം ജീവിക്കുന്നവൻ, ദൈവമുഖം അന്വേഷിക്കുന്നവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. യഹോവ എന്റെ ഇടയനാകുന്നെങ്കിൽ എനിക്ക് മുട്ടുണ്ടാകത്തില്ല. പച്ചയായ പുൽപ്പുറം വെളിപ്പെടും, സ്വസ്ഥതയുള്ള വെള്ളം വെളിപ്പെടും, പ്രാണന് തണുപ്പുണ്ടാകും, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരും. നിന്റെ തലയെ അവൻ അഭിഷേകം കൊണ്ട് നിറയ്ക്കും. ദീർഘായുസോടെ അവന്റെ ആലയത്തിൽ നീ വസിക്കും. ചേർന്നൊരു ആമീൻ പറഞ്ഞേ. ഹല്ലേലൂയ. അബ്രഹാമിനെ സ്വർഗത്തിൽ ദൈവം അനുഗ്രഹിച്ചു, ദൈവം അവനെ വർദ്ധിപ്പിച്ചു. അങ്ങനെ അവൻ ദീർഘക്ഷമയോടിരുന്ന് ആ വാഗ്ദത്തങ്ങളെ പ്രാപിച്ചു. ഇനി നിങ്ങളൊരു സത്യം മനസ്സിലാക്കണം, ഞാനും നിങ്ങളും ആത്മികമായും ഭൗതികമായും അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് നമ്മെ എല്ലാവരെയും അബ്രഹാമി അനുഗ്രഹത്തിനകത്താണ് ദൈവം കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, എന്തിനു വേണ്ടിയാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ഒരു ദൈവ പൈതലിനെ അബ്രഹാമിയ അനുഗ്രഹവുമായി ഉടമ്പടിയുമായി ദൈവം കണക്ട് ചെയ്തത്? എന്തായിരുന്നു അതിന്റെ റീസൺ? ഗലാത്യർ 3 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, 3-ാം അധ്യായത്തിന്റെ 6, 7, 8, 9 വാക്യങ്ങളിൽ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവനെ നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്ന അറിവീൻ. ഗലാത്യർ 3:7 പറയുന്നു, അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്ന അറിവീൻ. വിശ്വാസികളെല്ലാം കൂടെ ഒരു ആമീൻ പറഞ്ഞേ. ഗലാത്യർ 3:7 പറയുന്നു, വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്ന അറിവീൻ. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും, കണ്ടോ, നിന്നിൽ അബ്രഹാമെ, നിന്നിലൂടെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു. അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. 9-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. ഇപ്പൊ എന്തിനാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച എന്നെയും നിങ്ങളെയും ഈ അബ്രഹാമിയ ഉടമ്പടിയിൽ, അബ്രഹാമിയ അനുഗ്രഹത്തിലേക്ക് ദൈവം കണക്ട് ചെയ്തത്? കാരണം എന്താണെന്നറിയാമോ? 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ. അബ്രഹാമിനെ സംബന്ധിച്ച് അബ്രഹാമിന്റെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം അബ്രഹാമിന് ദൈവം പ്രദാനം ചെയ്തു. 2, അബ്രഹാമിനെ സംബന്ധിച്ച് അബ്രഹാം ഒരിക്കലും ഭൗതിക വിഷയങ്ങളുടെ പിറകിൽ പോയ മനുഷ്യനല്ല, പണത്തിന്റെ പുറകിൽ പോയ മനുഷ്യനല്ല, പ്രതാപങ്ങളുടെ പുറകിൽ പോയ മനുഷ്യനല്ല, ഭൗതിക അനുഗ്രഹങ്ങളെ നോക്കിയ മനുഷ്യനല്ല. ദൈവത്തെ മാത്രം നോക്കിയ മനുഷ്യൻ ഭൗതികമായും അനുഗ്രഹിക്കപ്പെടുമെന്ന് തെളിയിച്ചവനാണ്. Blessed be the name of the Lord. അങ്ങനെ
അങ്ങനെയാണെങ്കിൽ വാ തുറന്ന് പറയാമോ, വിശ്വാസിയായ ഞാൻ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. ഒന്നും വേണ്ട, നിങ്ങൾ ആ 9-ാമത്തെ വാക്യം അങ്ങ് വായിച്ചാൽ മതി. വിശ്വാസിയായ ഞാൻ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ, അതാണ് അതിന്റെ സ്കെയിൽ. അബ്രഹാമിനെ പോലെ അതിന്റെ കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. ഗലാത്യർ 3 വന്നേ. നമ്മളിപ്പോ എടുത്ത 13-14 അവിടെ എഴുതിയിരിക്കുന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി. കുരിശ് എന്ന് പറയുന്നത് ശാപത്തിന്റെ അടയാളമാണ്. ശാപത്തിന്റെ അടയാളമായ മരക്കുരിശിനെ യേശു എടുത്തു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, മരത്തിന്റെ മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ, ന്യായപ്രമാണത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ, പഴയ നിയമ ഭാഗങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. എന്തിനു വേണ്ടി? ന്യായപ്രമാണത്തിൽ കിടന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. എന്തിനു വേണ്ടി? വായിക്കണം. എന്തിനു വേണ്ടി? അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. യേശു ക്രിസ്തു മരത്തിന്റെ മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്ന പോലെ നമുക്ക് വേണ്ടി ശാപമായി. ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിന്നും തന്റെ പരിശുദ്ധമായ രക്തം, യേശു ക്രിസ്തുവിന്റെ വിലയേറിയ രക്തം എന്നെയും നിങ്ങളെയും വീണ്ടെടുത്തു. യേശുക്രിസ്തുവിന്റെ വിലയേറിയ രക്തം എന്നെയും നിങ്ങളെയും വിശുദ്ധീകരിച്ചു. യേശുക്രിസ്തുവിന്റെ വിലയേറിയ രക്തം എന്നെയും നിങ്ങളെയും അവന്റെ മക്കളും അവകാശികളുമാക്കി മാറ്റി. എന്തിനു വേണ്ടി? അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന്. അബ്രഹാമി അനുഗ്രഹങ്ങൾക്ക് ഞാൻ അവകാശിയാകേണ്ടതിന്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അബ്രഹാമി അനുഗ്രഹം എന്നാ? അബ്രഹാമിന്റെ ഒപ്പമുണ്ടായിരുന്ന തന്റെ ദാസൻ പറഞ്ഞു, യഹോവ എന്റെ യജമാനനെ ഏറ്റവും അനുഗ്രഹിച്ചു എന്നാണ്. യഹോവ എന്റെ യജമാനനെ ഏറ്റവും അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. അവിടെ കൊണ്ടും തീർന്നില്ല പ്രിയപ്പെട്ടവരെ. നമ്മളിപ്പോ വായിച്ച ഉൽപ്പത്തി പുസ്തകത്തിന്റെ 13-ാം അധ്യായത്തിൽ വെള്ളി, പൊന്ന്, ഈ വകയിലെല്ലാം അബ്രഹാം ബഹുസമ്പന്നനായി. ആൻഡ് ഏബ്രഹാം വാസ് വെരി റിച്ച് എന്നാണ് എഴുതിയിരിക്കുന്നേ. ദൈവത്തിന് അതിൽ പിണക്കമില്ല. അപ്പൊ നിങ്ങൾ പറയും, സമ്പത്തുള്ളവരാരും, ഞാൻ പറയട്ടെ, അനീതിയുടെ സമ്പത്തിനെ കുറിച്ചല്ല, അനീതിയെ കുറിച്ചല്ല പറയുന്നത്, ദൈവം അനുഗ്രഹിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. പുതിയ നിയമത്തിനകത്ത് യേശുക്രിസ്തു സ്വർഗത്തിൽ ഉണ്ടെന്ന് കൺഫേം ചെയ്തിരിക്കുന്ന ഒരാൾ അബ്രഹാമാണ്. കാരണം ധനവാന്റെയും ലാസറിന്റെയും ചരിത്രത്തിൽ ധനവാൻ മരിച്ച് പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ ലാസർ മരിച്ച് തന്റെ ആത്മാവിനെ ദൂതന്മാർ എവിടോട്ടാ കൊണ്ടുപോയെ? അബ്രഹാമിന്റെ മടിയിലേക്ക്. അതിനെ പറുദീസായുമായി നിത്യതയുമായി കണക്ട് ചെയ്യുകയാണ്. എങ്കിലും ആ പേരവിടെ പരാമർശിച്ചില്ലേ? സ്വർഗത്തിലെ ദൈവം പറഞ്ഞത്, ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെയും ദൈവമാണെന്നല്ലേ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ അബ്രഹാമി അനുഗ്രഹം നമ്മുടെ അവകാശമാണ്. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികളുടെ മേൽ വരുന്നു. കാരണം വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്നറിവീൻ. അബ്രഹാമിനെ ഏകനായിട്ട് വിളിച്ച് ദൈവം അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചു. ഒന്ന് വായിക്കാമോ? ഇതൊന്ന് വായിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 51-ാം അധ്യായം 1-2 വാക്യങ്ങൾ. നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ, എൻ്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കിൻ. വായിച്ചു. നിങ്ങളുടെ പിതാവായ അബ്രഹാമിലേക്കും, യെശയ്യാ പ്രവചനം 51:1-2, നിങ്ങളുടെ പിതാവായ അബ്രഹാമിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറയിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ച് അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചു. ഞാൻ അവനെ ഏകനായി വിളിച്ച് അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചു. ഞാൻ ഒറ്റയ്ക്ക് അവനെ വിളിച്ച് ഞാൻ അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചു. നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം ദൈവത്തിന് വിഷയമല്ല. നിങ്ങളുടെ പാരമ്പര്യം ദൈവത്തിന് വിഷയമല്ല. നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ ദൈവത്തിന് വിഷയമല്ല. നിങ്ങൾ എത്ര വലിയ തകർന്ന വ്യക്തിയാണെങ്കിലും അബ്രഹാമിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. ഇസഹാക്കിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. യാക്കോബിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. ഞാൻ നിങ്ങളെ ചെരുപ്പില്ലാതെ, പേഴ്സില്ലാതെ അയച്ചിട്ടും നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവ് വന്നോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നിനും ഒരു കുറവ് ഉണ്ടായില്ല കർത്താവേ എന്ന് ശിഷ്യന്മാർ പറഞ്ഞെങ്കിൽ ഒന്നിനും ഒരു കുറവും വരുത്താത്ത ദൈവം ജീവിക്കുന്നു. താങ്ക് യു ജീസസ്. അബ്രഹാമിയ സന്തതി, ലിസൺ,
ആരെങ്കിലും ഒരു സൗഖ്യത്തിന് വേണ്ടിയോ വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ ശ്രദ്ധിച്ചാലും, അബ്രഹാമ്യ സന്തതി എല്ലാ വിടുതലുകൾക്കും അവകാശിയാണ്, അടിമയല്ല. ഒന്ന് പറഞ്ഞ്, ഞാൻ അവകാശിയാണ്, അടിമയല്ല. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ താൻ ശുശ്രൂഷിച്ചപ്പം പല വിടുതലുകളും പലർക്കും കൊടുത്തിട്ട് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് 18 സംവത്സരം ഒട്ടും നിവരാൻ കഴിയാത്തൊരു കൂനയായ സ്ത്രീ പള്ളിക്കകത്തുണ്ടായിരുന്നു. 18 വർഷം ആ സ്ത്രീ പള്ളിക്കകത്തിരിക്കുമ്പോൾ, ലൂക്കോസ് 13 ലൂക്കോസ് 13 16 വാക്യത്തിൽ യേശു പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ലൂക്കോസ് 13:16. എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായി ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. അന്ന് ശബത്ത് ദിവസമായിരുന്നു, നിബന്ധനയുണ്ടായിരുന്നു രോഗികളെ സൗഖ്യമാക്കിക്കൂടെന്ന്. നിബന്ധനയുണ്ടായിരുന്നു ഒരു പ്രവൃത്തിയും ചെയ്തുകൂടെന്ന്. നിബന്ധനകളെ തകർത്ത് അവളുടെ ബന്ധനത്തെ യേശു അഴിച്ചു. പള്ളിക്കാരെല്ലാം കൂടെ ഇളകി ബഹളം ഉണ്ടാക്കി. നീ എന്ത് കാര്യം ഇവിടെ ചെയ്തേ? ഇന്ന് ശബത്ത് ദിവസം നീ എന്തിനിവളെ സൗഖ്യമാക്കിയെന്ന് ചോദിച്ചപ്പം 1000 ഉത്തരയില്ലായിരുന്നു. ഒറ്റ ഉത്തരമേ യേശു കൊടുത്തോളൂ, ഇവളും അബ്രഹാമിന്റെ മകളാകയാൽ. ഇവളും അബ്രഹാമിന്റെ മകളാകയാൽ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ? എന്താ അതിന്റെ അർത്ഥം? അബ്രഹാമിന്റെ സന്തതി ബന്ധനത്തിൽ കിടക്കാനുള്ളതല്ല. അബ്രഹാമിന്റെ സന്തതി അടിമയല്ല, അവൻ സകല നന്മയ്ക്ക് ഉടമയാണ്. അങ്ങനെങ്കിൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമ്മൾ ആരായിരിക്കുന്നു? അബ്രഹാമിയ സന്തതികൾ, വിശ്വാസികൾ അത്രേ. വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നത്. ആരാ അബ്രഹാമിയ സന്തതി? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ, വിശ്വാസികൾ, ദൈവത്തിന്റെ മക്കൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കാരണം ഈ ലൂക്കോസിന്റെ സുവിശേഷത്തില് 19 അധ്യായത്തിലെ സക്കായിയുടെ കാര്യം കിടക്കുന്നത്. അതിന്റെ 8 വാക്യത്തിൽ സക്കായി പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് യേശുവിനോട്. കർത്താവേ, വസ്തുവകയിൽ ഞാൻ പാതി ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. ശ്രദ്ധിച്ചോണേ പദം, കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ 4 മടങ്ങ് കൊടുക്കാം. അപ്പൊ ഈ കൊടുക്കാന്ന് പറഞ്ഞപ്പോഴേ കർത്താവിന് മനസ്സിലായി ഇവൻ അബ്രഹാമിയ സന്തതിയാണ്. അബ്രഹാമിയ സന്തതിയുടെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് ആണ് ഗിവിങ്. അബ്രഹാമിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അതാ. അബ്രഹാമിന്റെ വീട്ടിൽ ദൂതന്മാർ വന്നാൽ, തന്റെ ദാസന്മാർ വന്നാലൊക്കെ അവരെ വീണ് നമസ്കരിക്കുമായിരുന്നു, അവരെ ഓണർ ചെയ്യുമായിരുന്നു. 2 വ്യക്തിത്വങ്ങൾ, ദൂതന്മാർ അബ്രഹാമിന്റെ വീട്ടിൽ വന്നപ്പോൾ ഒരു വലിയ കാളയെ അറുത്ത് പാചകം ചെയ്ത് അവരെ പോഷിപ്പിച്ചു, കൊടുക്കുമായിരുന്നു, ഭക്ഷണം കൊടുക്കുമായിരുന്നു, സ്നേഹം കൊടുക്കുമായിരുന്നു. ലോത്തെന്ന് പറയുന്ന തന്റെ സഹോദരി പുത്രൻ നല്ല നീരോട്ടമുള്ള സ്ഥലവും വസ്തുക്കളും എല്ലാം എഴുതിയെടുത്ത് മാറ്റുമ്പോൾ, അബ്രഹാമിന് അത് അവകാശപ്പെട്ടത് കൊടുക്കാതിരിക്കുമ്പോൾ അബ്രഹാം അവിടെയും പറഞ്ഞു, എനിക്ക് നിന്റെ ഒരു ചരട് പോലും വേണ്ട എന്ന്, എനിക്ക് നിന്റെ ഒന്നും വേണ്ട എന്ന്. ലോത്ത് അബ്രഹാമിനെ വിട്ടു പിരിയുമ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷമായിട്ട് പറഞ്ഞു, അബ്രഹാമേ, നീ എഴുന്നേറ്റ് തലപൊക്കി നോക്കുക, നീ കാണുന്ന സകല ഭൂമിയും നിനക്കും നിന്റെ സന്തതിക്കും നിന്റെ സന്തതിയുടെ സന്തതിക്കും ഞാൻ ശാശ്വതമായി കൊടുക്കൂ എന്ന് പറഞ്ഞു. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഗിവിംഗ് എന്ന് പറയുന്നത് കൊടുക്കുക, മനുഷ്യരെ സ്നേഹിക്കുക, ദൈവത്തോട് വ്യക്തിപരമായ ബന്ധം പുലർത്തുക, ദൈവത്തെക്കാൾ വലുതായിട്ടൊന്നും കാണാതിരിക്കുക. ഇതെല്ലാം അബ്രഹാമിയ സന്തതികളുടെ പ്രത്യേകതയാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കളെന്ന് അറിവീനെന്ന് ബൈബിളിൽ വാക്യം ഉണ്ടായതുകൊണ്ട് അബ്രഹാമിന്റെ സന്തതി ആകുന്നില്ല. കൊടുക്കുക, ദൈവത്തെ മനുഷ്യരെ സ്നേഹിക്കുക, ദൈവത്തോട് വ്യക്തിപരമായി ബന്ധം പുലർത്തുക, ദൈവത്തെ ആരാധിക്കുക,
ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക. താൻ സ്നേഹിക്കുന്ന തൻ്റെ മകനെ യാഗം കഴിക്കാൻ ചോദിക്കുമ്പോഴും താൻ ഏറ്റവും പ്രിയപ്പെടുന്നതിനെ പോലും ദൈവം ചോദിച്ചാൽ കൊടുക്കാൻ മനസ്സ് കാണിക്കുക. അവനാണ് അബ്രഹാമിയ സന്തതി. അവനാണ് അബ്രഹാം എന്ന് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം എടുത്തേ. ഇങ്ങനെ അബ്രഹാമും ഭാര്യയും അവനുള്ളതൊക്കെയും അവനോടുകൂടെ ലോത്തും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് തെക്കേ ദേശത്തേക്ക് വന്നു. കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. 3-ാം വാക്യം വായിക്കാവോ? അവൻ തന്റെ യാത്രയിൽ നിന്ന് ബെഥേൽ വരെയും ബെഥേലിനും ഹായിക്കും മധ്യേ തനിക്ക് ആദിയിൽ കൂടാരം ഉണ്ടായിരുന്നതും താൻ ആദിയിൽ ഉണ്ടാക്കിയ യാഗപീഠം ഇരുന്നതുമായ സ്ഥലം വരെയും ചെന്നു. അവിടെ അബ്രഹാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. വെള്ളി, പൊന്ന് ഈ വകയിലെല്ലാം പുള്ളി ഭയങ്കര റിച്ച് ആയപ്പോഴും, ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ടപ്പോഴും പുള്ളി എന്തു മുടക്കിയില്ല? ആരാധന മുടക്കിയില്ല. പുള്ളി ഇതിനെയൊന്നും അല്ല ശ്രദ്ധിച്ചത്. അതെല്ലാം പുള്ളിയുടെ പുറകെ വന്നുകൊണ്ടേയിരുന്നു. സഹോദരങ്ങളെ, സമ്പത്തല്ല പ്രശ്നം, ആ സമ്പത്ത് ലഭിച്ചവന്റെ മനോഭാവമാണ് പ്രശ്നം. മറന്നു പോകരുത്, അവൻ താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്ന ദൈവമാണ്. ദൈവം നമ്മളെ എത്ര ഉയർത്തിയാലും, സാമ്പത്തികമായി ഉയർത്തിയാലും, ആത്മീകമായി ഉയർത്തിയാലും, ശുശ്രൂഷയിൽ ഉയർത്തിയാലും, എന്തെല്ലാം അനുഗ്രഹങ്ങൾ കർത്താവ് നമുക്ക് തന്നാലും ഒരിക്കലും നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവനെ നമ്മുടെ ഉയർച്ചയിൽ മറക്കരുത്. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവനെ നമ്മുടെ ഉയർച്ചകളിൽ നാം ഒരിക്കലും മറന്നു പോകരുത്. ആ യാത്രയിലും അബ്രഹാം ദൈവത്തിന്, യഹോവയ്ക്ക് അവന്റെ നാമത്തിൽ അവൻ ആരാധന കഴിച്ചു. സ്തോത്രം. ആരാധന കഴിക്കുന്ന മാത്രമാണ്. അബ്രഹാമിയ സന്തതികളെല്ലാം ഇത് ശ്രദ്ധിച്ചോണം. അനുഗ്രഹിക്കപ്പെടാനുള്ളവരെല്ലാം ശ്രദ്ധിച്ചോണം. അബ്രഹാമിയ സന്തതിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ദൈവത്തെയും മനുഷ്യനെയും സ്നേഹിക്കുന്നതും കൊടുക്കുന്നതും ദൈവത്തോട് വ്യക്തിപരമായി ബന്ധം പുലർത്തുന്നതുമൊക്കെ. ജിജിപ്പാസ്റ്റർ, നമ്മളിപ്പോ വായിച്ചത് ഉൽപ്പത്തി 12-ൽ ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുന്നതല്ലേ? നിങ്ങൾ നോട്ട് ചെയ്തോണം ഈ പോയിന്റ്. ഉൽപ്പത്തി 12-ൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്നുള്ള വാഗ്ദത്തം അബ്രഹാം കേൾക്കുന്നത്. ഉൽപ്പത്തി 13-ലാണ് ആ അനുഗ്രഹം നിവർത്തിക്കപ്പെട്ടത് നമ്മൾ കാണുന്നത്. ഇനി ഉൽപ്പത്തി 14 എടുത്ത് ലഭ്യമായ അനുഗ്രഹങ്ങൾ, ലഭിച്ച നന്മകൾ നിലനിൽക്കുവാൻ ദൈവം തന്നെ അനുഗ്രഹിച്ചപ്പോൾ ആ നന്മകൾ നിലനിൽക്കാനും അതിലൊരു നിലവാരമുണ്ടാകാനും അബ്രഹാം എന്താ ചെയ്തേ? 14-ന്റെ 18, 19, 20 വാക്യങ്ങൾ വായിച്ചേ. ശാലേം രാജാവായ മൽക്കീസേദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവന് അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു. ഒന്നുമില്ലായ്മയിൽ നിന്ന് 12-ാം അധ്യായത്തിൽ നിൽക്കുമ്പോൾ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുന്ന വാഗ്ദത്തങ്ങൾ അവന് കൈമാറി. 13-ാം അധ്യായത്തിൽ ആ വാഗ്ദത്തങ്ങൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം നിവർത്തിക്കപ്പെട്ടത് നമ്മൾ വായിക്കുന്നു. 14-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ തനിക്ക് ലഭിച്ച ആ അനുഗ്രഹങ്ങൾ, ഭൗതിക നന്മകൾ നിലനിൽക്കുവാനും ആ ഭൗതിക നന്മയോടുള്ള ബന്ധത്തിൽ അതും ദൈവത്തിന്റെ മുമ്പിൽ ഒരു ഉടമ്പടിയാക്കി മാറ്റുവാനും ഒരു യാഗമാക്കി തീർക്കുവാനും അബ്രഹാം എന്താ ചെയ്തത്? തന്റെ പുരോഹിതനായ ശാലേം രാജാവായ മൽക്കീസേദെക്കിന് അബ്രഹാം എന്തു കൊടുത്തു? തനിക്ക് ലഭിച്ച സകലത്തിലും, ശകലമല്ല, തനിക്ക് ലഭിച്ച സകലത്തിലും, വായി തുറന്ന് പറഞ്ഞേ, സകലത്തിലും. and he gave him tithes of all. തനിക്ക് ലഭിച്ച എല്ലാത്തിലും അബ്രഹാം ദശാംശം കൊടുത്തു. ഈ സക്കായി എഴുന്നേറ്റ് നിന്ന് യേശുവിനോട് ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം, ഞാൻ അത് കൊടുക്കാം, ഇത് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോ തന്നെ, മാനസാന്തരപ്പെട്ടപ്പോ തന്നെ യേശു പറഞ്ഞു, ഇവനും അബ്രഹാമിയ സന്തതിയാകയാൽ ഇവന്റെ വീടിന് രക്ഷ വന്നിരിക്കുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ വരുമ്പോ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചോ. ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ ഈ മൽക്കീസേദെക്ക് രാജാക്കന്മാരെ ജയിച്ച് മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. അബ്രഹാം അവന് സകലത്തിലും 10-1 കൊടുത്തു. മടങ്ങി വരുന്ന അബ്രഹാമിനെ ആരനുഗ്രഹിച്ചു? മൽക്കീസേദെക്ക് എന്ന പുരോഹിതൻ. മൽക്കീസേദെക്ക് എപ്പോഴും ആ പുരോഹിതൻ പിതാവായ ദൈവത്തിന് നിഴലായി നിൽക്കുന്ന പുരോഹിതനാണ്, രാജാവാണ്.
മൽക്കീസേദെക്ക് എന്ന പുരോഹിതൻ ഒരു കിങ് ആണ്. അപ്പോ ആ മൽക്കീസേദെക്ക് എന്ന പുരോഹിതൻ അബ്രഹാമിനെ ബ്ലസ് ചെയ്തു, അബ്രഹാമിനെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. അബ്രഹാമിനെ ദൈവം നേരിട്ട് അനുഗ്രഹിച്ചവനെങ്കിലും അബ്രഹാമിന്റെ മീതെയുള്ള അബ്രഹാമിന്റെ പുരോഹിതന്റെ അനുഗ്രഹം അബ്രഹാമിനൊരു അനുഗ്രഹമായിരുന്നു. അവനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. എന്നിട്ട് അബ്രഹാം എന്ത് ചെയ്തു? അവന് സകലത്തിലും 10-1 കൊടുത്തു. ഇനി അടുത്ത വാക്യം വായിച്ചേ. അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേം രാജാവ് എന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവ് എന്നും അർത്ഥം. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവ അവസാനവുമില്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. ഇവൻ എത്ര മഹാനെന്ന് നോക്കുവീൻ. ഗോത്രപിതാവായ അബ്രഹാം കൂടെ അവന് കൊള്ളയുടെ വിശേഷ സാധനങ്ങൾ 10-1 കൊടുത്തുവല്ലോ. നിങ്ങൾ ഇവൻ എത്ര മഹാനെന്ന് നോക്കുവീൻ. നമ്മുടെ പിതാവായ അബ്രഹാം പോലും തനിക്ക് ലഭിച്ച നന്മകളിൽ, സാധനങ്ങളിൽ നിന്ന് 10-1 കൊടുത്തല്ലോ. 5-ാമത്തെ വാക്യം. ലേവിപുത്രന്മാരിൽ പൗരോഹിത്യം ലഭിക്കുന്നവർക്ക് ന്യായപ്രമാണ പ്രകാരം ജനത്തോട് ദശാംശം വാങ്ങുവാൻ കൽപ്പനയുണ്ട്. ജനത്തിന്റെ കയ്യിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകന് ദശാംശം വാങ്ങുവാൻ ദൈവത്തിൽ നിന്ന് കൽപ്പനയുണ്ട്. അത് അബ്രഹാമിന്റെ കുടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച സഹോദരങ്ങളോടുകൂടെ ആകുന്നത്. വായിക്കാം. എന്നാൽ അവരുടെ വംശാവലിയിൽ ഉൾപ്പെടാത്തവൻ അബ്രഹാമിനോട് തന്നെ ദശാംശവും വാങ്ങി വാഗ്ദത്തങ്ങൾ പ്രാപിച്ചവനെ അനുഗ്രഹിച്ചുമിരിക്കുന്നു. ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്നതിന് തർക്കം ഏതുമില്ലല്ലോ. ഇവിടെ മരിക്കുന്ന മനുഷ്യർ ദശാംശം വാങ്ങുന്നു, അവിടെയോ ജീവിക്കുന്നു എന്ന സാക്ഷ്യം പ്രാപിച്ചവൻ തന്നെ. ദശാംശം വാങ്ങുന്ന ലേവിയും അബ്രഹാം മുഖാന്തരം ദശാംശം കൊടുത്തിരിക്കുന്നു എന്ന് ഒരു വിധത്തിൽ ദശാംശം മേടിക്കുന്ന ശുശ്രൂഷകനായ ലേവിയും അബ്രഹാം മുഖാന്തരം ദശാംശം കൊടുത്തു. അപ്പൊ ലേവി എന്ത് കൊടുക്കുന്നു? ദശാംശം കൊടുത്തിരിക്കുന്നു എന്ന് ഒരു വിധത്തിൽ പറയാം. എല്ലാ ഫലത്തിനകത്തും ഒരു വിത്തുണ്ട്. ആ വിത്ത് ഭക്ഷിക്കാനുള്ളതല്ല, ആ വിത്ത് വിതയ്ക്കാനുള്ളതാണ്. ഹല്ലേലൂയ. ഇത് അബ്രഹാം ചെയ്തു. ഇനി ഈ അനുഗ്രഹം, ഇനി ലിസൺ, ഇതൊരു ഭയങ്കര ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാ സഹോദരങ്ങളെ. വചനത്തിൽ നിന്ന് ഈ ബ്ലസ്സിങ്സ് ജനറേഷണൽ ബ്ലസ്സിങ്സ് ആകുവാൻ, തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുവാൻ, നമുക്കറിയാം ഉൽപ്പത്തിയുടെ പുസ്തകം 26-ാമത്തെ അധ്യായത്തിന്റെ 12-13 വചനങ്ങളിൽ ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു. ഇസഹാക്കാരാണ്? അബ്രഹാമിന്റെ മകനാണ്. ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു. ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. അവൻ വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാം. യഹോവ ആരെ അനുഗ്രഹിച്ചു? അബ്രഹാമിന്റെ സന്തതിയായ, തനിക്ക് ലഭിച്ചതിൽ നിന്ന് കൊടുക്കുവാൻ മനസ്സ് കാണിച്ച തന്റെ തലമുറയായ ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. ഇസഹാക്കും കൊടുത്തു. ഞാൻ ഇവിടേക്ക് വരുന്നുണ്ട്. ഇസഹാക്കും ടൈറ്റ് ചെയ്തു, ഐസക്കും ടൈറ്റ് ചെയ്തു. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നു, യഹോവ അവനെ അനുഗ്രഹിച്ചു. എനിക്ക് ആ പദം ഭയങ്കരമായ ചിന്തിപ്പിച്ചൊരു വേർഡാണ്. അവനെ ദൈവം വർദ്ധിപ്പിച്ച് മഹാധനവാനാക്കി തീർത്തു. ഇവിടെ ഒരു സത്യം ഞാൻ പറയാം. ഇസഹാക്ക് വിതച്ചു. ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. വാ തുറന്ന് പറയാമോ? വിതച്ചാലേ കൊയ്യാൻ പറ്റൂ. വാ തുറന്ന് പറഞ്ഞ് വിതച്ചാലേ കൊയ്യാൻ പറ്റൂ. അതാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം. ഇനി ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 2 അർത്ഥങ്ങൾ ഇതിനുണ്ട്. മത്തായി 6:26. ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. മത്തായി 6:26 വായിച്ചോ. ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷത ഉള്ളവരല്ലയോ? ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഭാഗമുണ്ട്. ആകാശത്തിലെ പറവകളെ നിങ്ങൾ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല. വിതയ്ക്കാത്ത കാരണം കൊണ്ട് എന്ത് ചെയ്യുന്നില്ല? കൊയ്യുന്നില്ല. കൊയ്യാത്ത കാര്യം കൊണ്ട് അവർക്ക് എന്തില്ല? കളപ്പുരയില്ല. കളപ്പുരയില്ലാത്തത് കൊണ്ട് എന്ത് പറ്റുന്നില്ല? ഒന്നും കൂട്ടി വെക്കാനും ഇല്ല.
ഇത് രണ്ടർത്ഥത്തിൽ ഞാൻ പറയുന്നു. ഒന്നാമത്തെ അർത്ഥം, സ്വർഗസ്ഥനായ നമ്മളുടെ പിതാവ് ഏതൊരു സാഹചര്യത്തിലും നമ്മളെ പുലർത്തുവാൻ മതിയായവനാണ്. ഏതൊരവസ്ഥയിലും നമ്മളെ അത്ഭുതകരമായി നടത്തുവാൻ കഴിവുള്ളവനാണ്. എന്നാൽ മറ്റൊരർത്ഥം മറുഭാഗത്തുനിന്ന് പറയാം, വിതയ്ക്കുന്നവർക്കേ കൊയ്യാൻ കഴിയുകയുള്ളൂ, കൊയ്യുന്നവനെ കളപ്പുര ഉണ്ടാകുകയുള്ളൂ, കളപ്പുരയുള്ളവനെ കൂട്ടിവെക്കാൻ കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് കൂട്ടിവെക്കാനും എന്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ, കളപ്പുരകൾ ഉണ്ടാകണമെങ്കിൽ, കൊയ്യുവാൻ കഴിയണമെങ്കിൽ വിതയ്ക്കുവാൻ തയ്യാറാകണം. നിങ്ങൾക്ക് ദൈവം തന്നത്, ദൈവം നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചത് വിതയ്ക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. വിതയ്ക്കുന്നവർ മാത്രമേ കൊയ്യത്തുള്ളൂ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഇത് ഇസഹാക്കിനോടുള്ള ബന്ധത്തിൽ ഞാൻ അത് നിർത്തിയിട്ട് അബ്രഹാമിന്റെ കൊച്ചുമകനിലേക്ക് പോകാം. ആരാ? യാക്കോബ്. കൊച്ചുനാളിലെ ഉദരത്തിൽ അമ്മയുടെ വയറ്റിൽ കിടന്നപ്പോഴേ കുഴപ്പം കാണിച്ച ആളാ. പക്ഷേ അങ്ങനെ ജീവിച്ച ആ യാക്കോബ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. തന്റെ കൃഷികളും തന്റെ നന്മകളും ഒക്കെ തകർന്നുകൊണ്ടിരിക്കുമ്പോഴും, തന്റെ ആടുകൾ ചനയേൽക്കാതിരിക്കുമ്പോഴും, തന്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും, വീടും നാടും ഒക്കെ വിട്ട് താൻ യാത്ര ചെയ്യുമ്പോഴും തനിക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. തന്റെ അപ്പനും തന്റെ വല്യപ്പനും ചെയ്തൊരു കാര്യം. അത് ദൈവം അവനെ അതിലേക്ക് കൊണ്ടുവന്നു. എവിടെയാ കൊണ്ടുവന്നേ? ഉൽപ്പത്തി 28 എടുത്തേ. അവനൊരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ പാർത്തു. ഒരു കല്ല് തലയണയായിട്ട് എടുത്തു വെച്ച് അവിടെ കിടന്നുറങ്ങി, നന്നായിട്ട് കിടന്നുറങ്ങി. ആ ഉറക്കത്തിൽ താൻ ഒരു സ്വപ്നം കണ്ടു. ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവേടി, അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അതിന്റെ മേളിൽ കൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കാഴ്ച യാക്കോബ് കണ്ടു. അപ്പോൾ അതിന്റെ മീതെ നിന്നുകൊണ്ട് ദൈവം പറയുകയാണ്, ഞാൻ നിന്റെ പിതാവായ, കണ്ടോ, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവമായ യഹോവയാകുന്നു. ഞാൻ നിന്റെ അപ്പന്റെയും വല്യപ്പന്റെയും ദൈവമാണ്. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. ദൈവത്തിന്റെ ആലോചന ദൈവം ആ സ്വപ്നത്തിലൂടെ അറിയിച്ചപ്പോൾ അതിന്റെ സ്തോത്രം, താഴോട്ടുള്ള ഭാഗങ്ങളൊന്ന് വായിക്കാമോ? ഈ സ്ഥലം, യാക്കോബ് അധികാലത്ത് എഴുന്നേറ്റ് തലയണയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണ ഒഴിച്ചു. അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേർ വിളിച്ചു. ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്ന് പേരായിരുന്നു. യാക്കോബ് ഒരു നേർച്ച നേർന്നു. എന്താണ് യാക്കോബ് ആ സമയത്ത് എടുത്ത തീരുമാനം? വായിച്ചോ. ദൈവം എന്നോടുകൂടി ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിന്റെ ആലയമാകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരുമെന്ന്. കണ്ടോ, അപ്പനും വല്യപ്പനും പ്രമാണിച്ചിരുന്ന പ്രമാണത്തിലേക്ക് അബ്രഹാമിന്റെ കൊച്ചുമകനെ ദൈവം കൊണ്ടുവന്ന കണ്ടോ. കാരണം അപ്പൻ അനുഗ്രഹിക്കപ്പെട്ടത് അങ്ങനെയാ, വല്യപ്പൻ അനുഗ്രഹിക്കപ്പെട്ടത് അങ്ങനെയാ. അപ്പനും വല്യപ്പനും അനുഗ്രഹിക്കപ്പെട്ടത് ആ നിലകളിലാണെങ്കിൽ കൊച്ചുമോനെ നീയും അനുഗ്രഹിക്കപ്പെടുന്നത് അങ്ങനെയാ. അതുകൊണ്ട് ആ സ്വപ്നം താൻ കണ്ടപ്പോൾ ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല എന്ന് പറഞ്ഞ്, സ്തോത്രം, 22-ാമത്തെ വാക്യത്തിൽ ഞാൻ തൂണായി നിർത്തിയ കല്ല് ദൈവത്തിന്റെ ആലയമാകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും. ഈ സമയം താൻ ഈ തീരുമാനം എടുക്കുമ്പോ, കർത്താവേ നീ എനിക്ക് തരുന്ന സകലത്തിൽ ഞാൻ ഇനി മുതൽ ടൈത്ത് കൊടുത്തു തുടങ്ങും എന്ന് യാക്കോബ് തീരുമാനം എടുക്കുമ്പോൾ ഭയങ്കര പ്രതിസന്ധിയിലാണ് പുള്ളി നിൽക്കുന്നത്. കല്ല് തലയണയായി വെച്ച് വീടും നാടും എല്ലാം വിട്ടു വന്ന് കിടന്ന് രാത്രി ഉറങ്ങി. ആ സ്വപ്നത്തിൽ ദൈവത്തിന്റെ ഇടപെടലുകൾ ഉണ്ടായി. അവിടെ വെച്ച് തന്നെ തീരുമാനം എടുക്കുകയാണ്. അതൊരു തീരുമാനമാണ്. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളുടെ മേളിലാണ് ദൈവത്തിന്റെ കരം ചലിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ആ തീരുമാനം വേറൊരാളല്ല എടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ആ തീരുമാനം ഒരു പാസ്റ്ററോ ഒരു ബ്രദറോ ദൈവമല്ല എടുക്കുന്നത്. ആ തീരുമാനം നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളെടുത്ത തീരുമാനത്തിൽ ദൈവത്തിന്റെ കരം ചലിക്കും. യാക്കോബ് ഒരു തീരുമാനം എടുത്തു. ദൈവം എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ ദശാംശം മാറ്റിവെച്ച് ദൈവത്തിന് കൊടുക്കും. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? 28-ാം അധ്യായത്തിൽ പ്രതിസന്ധിയിലൂടെ യാത്ര ചെയ്ത യാക്കോബ്
ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായത്തിന്റെ 41, 42, 43 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു. ബലമില്ലാത്ത ആടുകൾ ചനയേൽക്കുമ്പോൾ അവയെ വെച്ചില്ല. അങ്ങനെ ബലമില്ലാത്തത് ലാബാനും ബലമുള്ളത് യാക്കോബിനുമായി തീർന്നു. യാക്കോബിന്റെ മൃഗങ്ങൾ, ആടുകൾ ബലമുള്ളതായി. പുറകോട്ടുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ അതല്ലായിരുന്നു ചരിത്രം. തന്റെ ആടുകൾ ഒന്നും ചനയേൽക്കില്ലായിരുന്നു, തന്റെ ആടുകൾക്കൊന്നും പാലില്ലായിരുന്നു, തന്റെ ആടുകളെല്ലാം മെലിഞ്ഞിരുന്നു, തന്റെ ആടുകളെ കൊണ്ട് തനിക്കൊരു പ്രയോജനമില്ലായിരുന്നു, വളരെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ തനിക്കുണ്ടായിരുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എന്നാൽ 42-ാമത്തെ വാക്യത്തിൽ തിരുവെഴുത്തിൽ എഴുതിയിരിക്കുകയാണ്, ബലമില്ലാത്ത ആടുകൾ ചനയേൽക്കുമ്പോൾ അവയെ വെച്ചില്ല. അങ്ങനെ ബലമില്ലാത്തവ ലാബാനും ബലമുള്ളവ യാക്കോബിനുമായി തീർന്നു. ദൈവം ചരിത്രത്തെ, സംഗതികളെ തിരിച്ചു മറിച്ചു ഒരൊറ്റ തീരുമാനത്തിന്റെ മുൻപിൽ. 43-ാമത്തെ വാക്യം എന്നെ അതിശയിപ്പിച്ചു. അവൻ മഹാസമ്പന്നനായി, അവന് വളരെ ആടുകളും ദാസീദാസന്മാരും ഒട്ടകങ്ങളും കഴുതയും ഉണ്ടായി. And the man increased exceedingly and had much cattle. Hallelujah, hallelujah. ആ വർദ്ധനവ്, ആ നന്മ യാക്കോബേ നിനക്കെങ്ങനെ ലഭിച്ചു? 22-ാമത്തെ വാക്യത്തിൽ ഉൽപ്പത്തി 28-ൽ താൻ എടുത്ത തീരുമാനം, ദൈവമേ നീ എനിക്ക് തരുന്ന എല്ലാത്തിലും സകലത്തിലും സകല നന്മയിലും ഞാൻ നിനക്ക് ദശാംശം തരുമെന്ന് പറഞ്ഞ തീരുമാനം അവനെ അനുഗ്രഹത്തിലേക്ക് നയിച്ചു. അവന്റെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടായി, അവന്റെ അവസ്ഥകളെ മാറ്റി. ഇപ്പോഴുള്ള നിലവാരത്തിൽ നിന്നും, ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നും, ഇപ്പോഴുള്ള അനുഭവങ്ങളിൽ നിന്നും സ്വർഗത്തിലെ ദൈവം അവനെ ശക്തനാക്കി മാറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം പറയുന്നത്, ഞാൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. എനിക്ക് ഇത് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വളരെ ആഴമായ ഏതൊക്കെയോ ഉള്ളങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങളുടെ വീട്ടിലെ എല്ലാ ദാരിദ്ര്യങ്ങളും, ശാപകാരണങ്ങളായി നിൽക്കുന്നതെല്ലാം, ദശാംശം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതാണ്. ആ ദശാംശം ദൈവത്തിന്റെ മുതൽ മോഷ്ടിക്കുന്നത് ശാപകാരണമാണ്. ഇപ്പം നമ്മൾ ജയിച്ചെന്ന് തോന്നിയാലും നമ്മൾ ജയിക്കില്ല. ഇപ്പം നമുക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നിയാലും അത് നന്മയാകില്ല. കാരണം അത് നന്മയാകണമെങ്കിൽ ഈ വചനത്തിന് മാറ്റം വരണം. ആകാശവും ഭൂമിയും മാറിയാലും അവന്റെ വചനം മാറുന്നില്ല. 1 ദിനവൃത്താന്ത പുസ്തകം 29-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യത്തിൽ ഇസ്രായേലിന്റെ രാജാവായിരിക്കുന്ന ദാവീദ് എന്ന് പറയുന്ന മനുഷ്യന്റെ മനോഭാവത്തെ നിങ്ങൾക്ക് അവിടെ കാണാം. ആ മനോഭാവം എന്നായിരുന്നു? യഹോവേ, മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത്. ദാവീദ് പറയുകയാണ്, ശക്തി അങ്ങയ്ക്കുള്ളത്, മഹത്വം അങ്ങയ്ക്കുള്ളത്, മഹിമ അങ്ങയ്ക്കുള്ളത്, സ്വർഗത്തിലും ഭൂമിയിലുള്ളതൊക്കെയും അങ്ങയ്ക്കുള്ളത്. 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ധനവും ബഹുമാനവും നിങ്കൽ നിന്ന് വരുന്നു. Hallelujah. Both riches and honor come of thee, Lord. ധനവും ബഹുമാനവും ദൈവത്തിൽ നിന്ന് വരുന്നു. പറയാമോ? ദൈവത്തിൽ നിന്നാ വരുന്നേ. സ്തോത്രം, സ്തോത്രം. നീ സർവവും ഭരിക്കുന്നു, ശക്തിയും ബലവും നിന്റെ കയ്യിൽ ഇരിക്കുന്നു, സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാകുന്നു. ഇത് ദാവീദിന്റെ അനുഭവം കേട്ടോ ഈ പറഞ്ഞത്. സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നീയാ ദൈവമേ. കാരണം എന്റെ അനുഭവ. ദാവീദ് പറയുക, ഞാനൊരു ആട്ടിടയനായിരുന്നു, അപ്പനായ ഇശിയായിക്ക് പോലും എന്നെ താല്പര്യമില്ലായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ എഴുതി തള്ളപ്പെട്ട ഒരു കേസ് കെട്ടായിരുന്നു. പക്ഷെ എൻ്റെ സ്വർഗത്തിലെ ദൈവം എന്നെ അഭിഷേകം ചെയ്ത് എന്നെ ഉയർത്തി ഇസ്രായേലിന്റെ രാജാവാക്കി മാറ്റി എന്നെ മാനിച്ചു. എന്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. അതുകൊണ്ട് ദാവീദ് പറയുന്നു, ശക്തിയും ബലവും നിന്റെ കയ്യിലായിരിക്കുന്നേ, ധനവും മാനവും നിന്റെ പക്കൽ നിന്നാ വരുന്നേ. ഒരുത്തനെ വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുകയാണെന്നാ 13-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നേ. ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുക കർത്താവേ, അതുകൊണ്ട് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുക കർത്താവേ. 14-ാമത്തെ വാക്യത്തിൽ നിറകണ്ണുകളോടെ, എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ഇത്ര മനഃപൂർവമായി ദാനം ചെയ്യേണ്ടതിന്, ഇങ്ങനെ മനഃപൂർവമായി ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ തക്കവണ്ണം പ്രാപ്തരാകുവാൻ ഞാൻ ആരാണ്? എന്റെ ജനവും എന്തുള്ളൂ? അതെ, സകലവും നിങ്കിൽ നിന്നല്ലോ വരുന്നത്. ദൈവമേ, സകലവും നിന്നിൽ നിന്നല്ലോ വരുന്നത്. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി, നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഞങ്ങൾ നിനക്ക് തന്നതേ ഉള്ളൂ, ഞങ്ങൾ നിനക്ക് തരുന്നതേ ഉള്ളൂ.
ദൈവമേ, എത്ര പേർക്ക് ഈ ഒരു ബോധമുണ്ട്? ഞാൻ കൊടുക്കുന്ന ദശാംശം, ഞാൻ കൊടുക്കുന്ന സാമ്പത്തിക നന്മ, ഞാൻ ഒരാളെ സഹായിക്കുന്നെങ്കിൽ ഇതൊന്നും എൻ്റേതല്ല. കർത്താവെ, നീ എനിക്ക് ആരോഗ്യം തന്നു ജോലി ചെയ്യാൻ, സമ്പത്തുണ്ടാക്കാൻ. സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത് നിന്റെ ദൈവമായ യഹോവയല്ലയോ എന്ന് ആവർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ഇതെല്ലാം നിന്റെ പക്കൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. നിന്റെ കയ്യിൽ നിന്ന് മേടിച്ച് ഞാൻ നിനക്ക് തന്നേ ഉള്ളൂ. ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിക്കാവോ? അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഇത്ര വലിയ മനുഷ്യൻ പറയുകയാ, ഇത്ര വലിയ മനുഷ്യൻ ദാവീദ് എന്ന രാജാവ് പറയുക, ഞങ്ങൾ നിന്റെ മുൻപാകെ ഞങ്ങളുടെ സകല പിതാക്കന്മാരെ പോലെ അതിഥികളും പരദേശികളുമാകുന്നു. ഭൂമിയിൽ ഞങ്ങളുടെ ആയുഷ്കാലം ഒരു നിഴൽ പോലെ അത്രേ, യാതൊരു സ്ഥിരതയില്ല. കൂട്ടിവെച്ച പണവും നേടിയെടുത്തതൊക്കെ ആരനുഭവിക്കുന്നൊന്നും ഞാൻ അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എത്ര കേസുകൾ നമ്മൾ ഇന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ കയ്യിലെ പണം, നമ്മൾ നേടിയെടുത്തത്, നമ്മുടെ കയ്യിലിരിക്കുന്നതൊക്കെ അതൊക്കെ ദൈവം തന്ന ദാനമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ അതിഥികളും പരദേശികളാണ്. അതുകൊണ്ട് കർത്താവ് നമുക്ക് തന്നൊരു ജീവിതം മറ്റുള്ളവർക്ക് നന്മയാകട്ടെ, നമ്മൾ അനേകർക്കൊരു അനുഗ്രഹമാകട്ടെ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മളൊരു ബ്ലെസ്സിങ് ആയി തീരട്ടെ. നാം നിമിത്തം ആരെങ്കിലും ഒക്കെ അനുഗ്രഹിക്കപ്പെടുന്നെങ്കിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞാൻ നിമിത്തം ആരുടെയെങ്കിലും ഒക്കെ വിശപ്പടങ്ങുന്നെങ്കിൽ വിശപ്പടങ്ങട്ടെ. ഞാൻ നിമിത്തം ആർക്കെങ്കിലും കയറിക്കിടക്കാൻ കൂരയില്ലെങ്കിൽ അവർ കയറിക്കിടന്ന് ഉറങ്ങട്ടെ. എൻ്റെ നിക്ഷേപം അതല്ലേ? എൻ്റെ നിക്ഷേപം അതല്ലേ? ഞാൻ കഴിച്ച ഏറ്റവും നല്ല ആഹാരമാണോ സ്വർഗത്തിലെ നിക്ഷേപം? ഞാൻ കിടന്ന ഏറ്റവും മനോഹരമായ കട്ടിലാണോ സ്വർഗത്തിലെ നിക്ഷേപം? ഞാൻ സഞ്ചരിച്ച വാഹനമാണോ എനിക്ക് സ്വർഗത്തിലെ നിക്ഷേപം? ഒന്നുമല്ല. കർത്താവിന്റെ നാമത്തിൽ നീ ഒരു ഗ്ലാസ് വെള്ളം ആർക്കേലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് നിന്റെ നിക്ഷേപം. ഞാൻ അബ്രഹാമിയ സന്തതിയാണ്. ഞാൻ അബ്രഹാമിയ അനുഗ്രഹങ്ങൾക്ക് അവകാശിയാണ്. എന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്നൊരു ദൈവമുണ്ട്. എൻ്റെ അവസ്ഥകളെ മാറ്റുന്നൊരു കർത്താവുണ്ട്. എൻ്റെ ദൈവം എന്നെ സ്പർശിച്ചാൽ എൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരും. പക്ഷേ യാക്കോബിനെ പോലെ ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കുകയാണ്. യഹോവയുടെ ആലയത്തിൽ ആഹാരം ഉണ്ടാകുവാൻ, മറ്റൊരിടത്തല്ല, നിന്റെ ആലയത്തിൽ, നീ ആരാധിക്കുന്ന ആലയത്തിൽ, നീ എവിടുന്നാണോ വചനം ഭക്ഷിക്കുന്നത് ആലയത്തിൽ ദൈവം നിനക്ക് തരുന്ന നന്മയുടെ ടൈറ്റ് നീ വിതയ്ക്കുവാൻ, ആ വിത്ത് വിതയ്ക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ ഉറപ്പായിട്ടും വിതയ്ക്കുന്നവന് വിത്തും ആഹാരവും കൊടുത്ത് നിന്റെ വിതയും കൊയ്ത്തിനെയും വർദ്ധിപ്പിക്കുന്ന ദൈവം, പൊലിപ്പിക്കുന്ന ദൈവം നിന്നെ അനുഗ്രഹിപ്പാനിടയായി തീരും. ഹല്ലേലൂയ. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ഉണ്ടാകുമെന്ന് അരുളി ചെയ്ത ദൈവം നിങ്ങളെ നോക്കി പറയുന്നു, നീ എന്ത് വിതയ്ക്കുന്നോ അതിന്റെ ഇരട്ടിയായി കൊയ്തിരിക്കും.